ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് ഞാനൊരു ഡോനറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ഡോനറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ട് വ്യത്യസ്ത തരം ഡോനറ്റാണ് തയ്യാറാക്കുന്നത്, സിനമൺ ഡോനറ്റും ചോക്ലേറ്റ് ഡോനറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറുചൂടുള്ള പാൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഡ്രൈഡ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ചൂട് പാലിൽ ഒരിക്കലും ഈസ്റ്റ് ചേർക്കരുത്, എന്നാൽ ഈസ്റ്റ് ആക്റ്റീവ് ആകത്തില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാം. ഇതിന് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് വാമായിട്ടുള്ള പ്ലേസിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതാണ് ഈസ്റ്റ് ആക്റ്റീവായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർക്കാം. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ അരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. മൈദയിൽ എന്തെങ്കിലും കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നതിനായിട്ടാണ് 1/2 കപ്പ് മൈദ വീതം ബാച്ചായിട്ട് ചേർക്കുന്നത്. ടോട്ടൽ നമുക്ക് 1.5 കപ്പ് മൈദയാണ് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് രണ്ടാമത്തെ ബാച്ച് 1/2 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. ഇനി ഇതൊരു സ്പാച്ചുല വെച്ച് വീണ്ടും ഒന്ന് യോജിപ്പിക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 1/2 കപ്പ് മൈദ ചേർത്ത് ഒന്ന് സ്പാച്ചുല വെച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ശരിക്കും ചപ്പാത്തിയുടെ ഡോയിനേക്കാളും ഇച്ചിരൂടെ ലൂസായിട്ടാണ് ഈ ഡോനറ്റിന്റെ ഡോ നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഡോ ഒത്തിരി സ്റ്റിക്കി ആണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഇൻ കേസ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. അത് ആ മുട്ടയുടെ അളവ് അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ഇനി 2 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോ ഒന്ന് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒരു ബോൾ ആക്കി എടുക്കാം. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു സ്മൂത്ത് ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഡോ ബൗളിലൊന്നും സ്റ്റിക്ക് ആവാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്കൊരു ടവൽ നനച്ച് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വാമായിട്ടുള്ളൊരു പ്ലേസിൽ 40 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും ഇത് നന്നായിട്ട് ഡബിൾ ആവാനായിട്ട്. വാമായിട്ടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഡോ ഇതിൻ്റെ ഇരട്ടിയായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ഇതൊരു 40 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞു. ഡോ അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ പൊങ്ങി വന്നു. ഇനി ഇത് ചെറുതായിട്ട് പഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ പൊങ്ങിയ ഡോ അതേപോലെ താഴ്ന്നു പോവും. ഇനി ഒരു 2 മിനിറ്റ് ഈ ഡോ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഡോനറ്റിന്റെ ഡോ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
അതിനായിട്ട് നമുക്കൊരു റോളിംഗ് പിന്നിലും അതുപോലെ ബോർഡിലും മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് തിക്നെസ്സിൽ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ടിന്നോ വെച്ച് ഡോണറ്റിൻ്റെ ആ റിംഗ് ഷേപ്പ് കിട്ടുന്നതിനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഷാർപ്പ് എഡ്ജുള്ള ഒരു ടിന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഡോണറ്റിൻ്റെ സെൻറ്ററിലുള്ള ഹോളിനായിട്ട് നമുക്കൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഡോണറ്റും നമുക്കൊരു ബേക്കിംഗ് ടിന്നിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ പകർത്താം. ജസ്റ്റ് മൈദ ഒന്ന് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡോണറ്റ് ഒട്ടും തന്നെ സ്റ്റിക്ക് ആവത്തില്ല. ഈ ഡോണറ്റിൻ്റെ ആ സെൻറ്റർ പോർഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡോയും നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഡോ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്വിസ്റ്റഡ് ഡോണറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു രീതിയിലും നമുക്ക് ഡോണറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലൊരു ട്വിസ്റ്റഡ് ഡോണറ്റും ടോട്ടൽ 10 ഡോണറ്റുമാണ് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് കിട്ടിയിട്ടുള്ളത്. ഈ ഡോണറ്റ് ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു ടവൽ നന്നായിട്ട് നനച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടൈമിൽ സിനമൺ ഡോണറ്റ്സ് തയ്യാറാക്കുന്നതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. പഞ്ചസാര 1/2 കപ്പ്, കറുവാപ്പട്ട പൊടിച്ചത് 2 ടീസ്പൂൺ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് പഞ്ചസാര പൊടിച്ചെടുത്തിരുന്നാലും മതി. അതിനായിട്ട് നമുക്കൊരു മിക്സറിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. അതിനോടൊപ്പം കറുവാപ്പട്ടയും ചേർത്ത് തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഫൈനായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. ഡോണറ്റ് ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു കടായിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ ഡോണറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ലോയിലോട്ടിട്ട് ഡോണറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കുക്കാവാതെ പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആകും. ഒരു സൈഡ് ഗോൾഡൻ ആവുമ്പോൾ മറുവശവും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോണറ്റ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ പഞ്ചസാരയും സിനമണും കൂടെ പൊടിച്ചെടുത്ത ആ ഒരു മിക്സിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കോട്ടായി വരത്തുള്ളൂ. ഇതാണ് ഈ ഒരു സിനമൺ ഡോണറ്റിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഡോണറ്റ് ഓയിലിൽ നന്നായിട്ട് മുങ്ങി നിൽക്കണം. ഓയിൽ ഈ ഡോണറ്റിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പഫായി വരും. ഇനി ഒരു സൈഡ് ഗോൾഡൻ ആവുമ്പോൾ മറു സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്. കറക്റ്റ് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോണറ്റിൻ്റെ ടെക്സ്ചർ ഹാർഡായി പോകും. ഇതുപോലെ എല്ലാ ഡോണറ്റും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ബോൾ നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് ഡോണറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഡാർക്ക് ചോക്ലേറ്റ് 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി ഈ ചോക്ലേറ്റും ബട്ടറും നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് പീസസ് ചേർക്കാം.
ഇതിലേക്ക് ബട്ടർ ചേർക്കുന്നത് ഈ ചോക്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുകൂടെ ഒന്ന് ലൂസ് ആവാനും നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിനുമാണ് ചേർക്കുന്നത്. ഒന്നുകിൽ മൈക്രോവേവിൽ 60 സെക്കൻഡ് വെച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ബൗളിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, എങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആവത്തില്ല. ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ ഷുഗർ ബോൾസും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ഡോണറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ഡോണറ്റ് ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൽ പകുതി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഷുഗർ ബോൾസിന് പകരം ഒന്നുകിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ചൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഡോണറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഈ ഒരു ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ചോക്ലേറ്റ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് വീഴുന്നത് വരെ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഡോണറ്റ്സും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഡോണറ്റും അതുപോലെ സിനമൺ ഡോണറ്റ്സും ഇവിടെ റെഡിയായി. 2 ഡോണറ്റും വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ സിനമൺ ഡോണറ്റിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.